ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രതീഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രതീഷ്, യഥാർത്ഥ പേരല്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ എന്നെ വേറെ വഴിക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് ഇത്തിരി നാണം കൂടുതലാണ്. എല്ലാവരോടും സഹകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കില്ല. പെട്ടെന്ന് പെൺകുട്ടികളെ കാണുമ്പോഴേക്കാണ് പരിഭ്രമം കൂടുതൽ. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നിട്ടും ഒരു സ്ത്രീ സുഹൃത്തുക്കളും എനിക്കില്ല. +2 പഠിക്കുമ്പോഴാണ് അവിടെ ഒരു വിവാഹം നടന്നത്. എന്നുവെച്ചാൽ എൻ്റെ വീടിനോട് ചേർന്നൊരു വീടുണ്ട്. ഞങ്ങൾ ഒരു വീട് പോലെയാണ് കഴിയുന്നത്. ബന്ധുക്കളൊന്നും അല്ലെങ്കിലും അങ്ങനെയാണ്. എനിക്കാകെ കൂടി നാണമില്ലാതെ സംസാരിക്കാൻ പറ്റുന്നത് ആ വീട്ടുകാരോട് മാത്രമാണ്. ആ വീട്ടിലെ ചേട്ടൻ്റെ കല്യാണമാണ്. അദ്ദേഹം കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീയെ കണ്ട് ഞാൻ അമ്പരന്ന് പോയി. അങ്ങനെ കാണാൻ വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സുന്ദരിയാണ്. വെളുത്ത് തുടുത്ത് ചുവന്ന് നമ്മളുടെയൊക്കെ സ്വപ്നത്തിലുള്ള ഒരു സ്വപ്ന റാണിയിലെ അതേപോലൊരു പെൺകുട്ടിയാണ്. അങ്ങേർക്ക് സർക്കാർ ജോലിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ചെന്ന് എൻ്റെ അമ്മ ഒരു കൂട്ടുകാരോട് പറഞ്ഞത് അവർ അറിയാതെ ഞാൻ കേട്ടു. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇത്ര നല്ല ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചത്? അവരുമായിട്ട് യാതൊരു പൊരുത്തവും കണ്ടാൽ തോന്നില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആരോട് എക്സ്പ്രസ് ചെയ്യാനാണ്? ഒരു ദിവസം അമ്മയും ഈ കഥ പറഞ്ഞപ്പോൾ അടുക്കളയിൽ വെച്ച് ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ ആ ചേച്ചി എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന്? അപ്പോൾ അമ്മ പിന്നെയും പറഞ്ഞു, എടാ, പണമുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഇതിനൊക്കെ സമ്മതിക്കും. നിനക്കെങ്ങനെ അറിയാനാ? പെണ്ണുങ്ങളോട് സംസാരിച്ചെങ്കിലല്ലേ അവരുടെ മനസ്സ് മനസ്സിലാക്കുകയുള്ളൂ. നിൻ്റെ കല്യാണം ഈ അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 50 വയസ്സായാലും പെണ്ണുങ്ങളോടുള്ള നിൻ്റെ നാണം മാറിക്കിട്ടില്ല. പിന്നെ എങ്ങനെ നിൻ്റെ കല്യാണം നടക്കാനാ? ഞാൻ പറഞ്ഞു, കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്, പിന്നെ എന്തിനാ ജീവിക്കുന്നത്? മര്യാദയ്ക്ക് നിൻ്റെ സ്വഭാവം മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞു. അമ്മയും ഞാൻ തമ്മിൽ അറ്റാച്ച്ഡാണ്. എങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുമായി അധികം സംസാരിക്കാത്ത എൻ്റെ നാണ സ്വഭാവം അമ്മ എടുത്തിടും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടും എന്നെ കളിയാക്കാറുണ്ട്. അതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. എന്നാലും അമ്മയല്ലേ. പക്ഷേ ഈ ചേച്ചി വന്നു കഴിഞ്ഞതിൽ പിന്നെ മിക്കപ്പോഴും ഈ വീട്ടിലേക്ക് കടന്നു കയറി വരും. എന്നെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. അടുത്ത് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ പതറി ഉത്തരം പറയും. അമ്മ പറയും, അവനാണെങ്കിലല്ലേ നിന്നെ പരിചയമില്ലല്ലോ, അതുകൊണ്ട് അടുക്കാനൊക്കെ ഒത്തിരി പ്രയാസമാണെന്നും, അല്ലെങ്കിലും അവൻ സ്ത്രീകളോട് മിണ്ടാനും പരിചയപ്പെടാനുമൊക്കെ ഒത്തിരി പിന്നോട്ടാണെന്ന്. അത് കേട്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അതിനെന്താ ചേച്ചി, ഒരു പ്രശ്നവുമില്ല, അതാണ് നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് കുറേ പെണ്ണുങ്ങളുമായിട്ട് കൂട്ടുകെട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് തന്നെ പേരുദോഷം, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. സ്ത്രീകളോടധികം കമ്പനിയൊന്നും ഇല്ലാതിരിക്കുന്ന മോനെ നല്ലത്, നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കവരോട് വല്ലാത്തൊരടുപ്പം തോന്നി. ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ സ്വഭാവത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അവരോടെന്തോ വല്ലാത്തൊരടുപ്പം അങ്ങ് തോന്നിപ്പോയി. പിന്നീട് പുള്ളിക്കാരൻ ജോലി സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും, ചേച്ചി ഇവിടെ ബിസിയാണ്, പല കാര്യങ്ങൾക്കും പോകണം. ഞാനുള്ളപ്പോൾ എന്നോട് പറയും, എടാ നീ എൻ്റെ കൂടെ വാന്ന്. ഞാൻ എപ്പോഴും ആദ്യം ഒന്ന് മടിക്കും. അപ്പോൾ അമ്മ പറയും, എടാ അവൾക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അവിടെ ഭർത്താവ് അവിടെ ഇല്ല. പിന്നെ ആ വീട്ടിലെ കാര്യം നിനക്കറിയാമല്ലോ, വയ്യാത്തൊരു അമ്മായിമ്മയാണ് അവൾക്കുള്ളത്. അപ്പോൾ നീയാണല്ലോ അതിനെ സഹായിക്കേണ്ടത്. നീ ഒരു ആണ്ടരിയാണ്. പുറത്തുള്ളവരോട് നിനക്ക് മിണ്ടാൻ പ്രയാസമായിരിക്കും, പക്ഷേ അവളോട് അടുപ്പക്കുറവൊന്നും കാണിച്ചേക്കല്ലേ. അവൾ എന്ത് സഹായത്തിന് വിളിച്ചാലും ഓടിച്ചെല്ലണമെന്ന് പറയും. അങ്ങനെ അമ്മ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ പലയിടത്തും കറങ്ങാൻ പോയത്. കറങ്ങാൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു അസിസ്റ്റൻറ്റിനെ പോലെ അവരുടെ പുറകിലിരിക്കും. സ്കൂട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഒരുങ്ങി വന്നാൽ ഒരു ദേവത, ഒരുങ്ങാത്തപ്പോഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മാലാഖയാണ്. ഒരു സ്ത്രീക്ക് വേണ്ട സൗന്ദര്യം അളവിലുമധികം ദൈവമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അടിമുടി അവരെ ഒരു മനം മയക്കുന്ന പെൺ സുഗന്ധമാണ്. അത് എവിടെ നിന്ന് വരുന്നതെന്നറിയില്ല. ചിലപ്പോൾ സ്പ്രേ ആകാം, അല്ലെങ്കിൽ ഷാമ്പു ആകാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വശ്യഗന്ധമാണ് അവർക്ക്. അതൊക്കെ ആസ്വദിച്ച് ഞാൻ പുറകിലിരിക്കും. പക്ഷേ എനിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, നീ ഇതൊക്കെ ഓടിക്കാൻ പഠിക്കണമെന്ന്. അങ്ങനെ ലൈസൻസ് എടുത്തു. പിന്നീട് എൻ്റെ പുറകിലിരിക്കും. എന്നെ വയറിലൊക്കെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും പലരും കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചെക്കൻ മിണ്ടാപ്പൂച്ചയായിട്ട് നടക്കുകയായിരുന്നു. മിണ്ടാപ്പൂച്ചകളാണല്ലോ കലമുടയ്ക്കുന്നത്. ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ലോട്ടറിയാണ്, എന്നെ ഒരു സ്ട്രക്ചറാ എന്നൊക്കെ പറയും. ഇതൊക്കെ ചേച്ചിയും കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ ചേച്ചി പറയും, അതൊന്നും സാരമില്ല. അങ്ങനെയാണ് ആളുകൾ പറയുന്നൊന്നും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ നമ്മൾ കൂടുതൽ പരിഗണിക്കരുത്. നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ നമ്മൾ പരിഗണിക്കാവൂന്ന് ചേച്ചി പറയും. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെയധികം അടുത്തടുത്ത് ക്ലോസായി.
ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ പഠിക്കാൻ അത്യാവശ്യം മിടുക്കനായിരുന്നു മാഡം. PG കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഒരു ബാങ്കിൽ ജോലി കിട്ടി. എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അമ്മയ്ക്കൊക്കെ എന്നെ ആ സമയത്താണെന്ന് ബോധ്യപ്പെട്ടത്. എനിക്ക് ജോലി കിട്ടുമെന്നറിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഭാവം അങ്ങ് മാറി. എടാ, നീ ഇത്രയും മിടുക്കനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കൂടെ കൊണ്ടു നടന്നത് ഒരു മാണിക്യത്തെ ആയിരുന്നല്ലോ എന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. എന്തായാലും നീ മിടുക്കൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ഹസ്ബൻഡും തീരെ ചെറുപ്പത്തിൽ തന്നെ സർവീസിൽ കയറിയ ആളാണ്. ചേച്ചിക്ക് അതറിയില്ലേന്നും പുള്ളിയും നല്ല മിടുക്കനാണെന്നും. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരിയാണ്, പഠിക്കാൻ മിടുക്കുള്ളവർക്കൊന്നും മറ്റു പല കാര്യങ്ങൾക്കും മിടുക്കില്ല മോനെ. അങ്ങേര് സത്യം പറഞ്ഞാൽ ഒരു പോഴനാണ്. പിന്നെ നിൻ്റെ ഈ നാണം കുടുങ്ങിയ സ്വഭാവം കണ്ടിട്ട് എനിക്കും സംശയമുണ്ട്. നല്ലൊരു ശരീരവും രൂപവും ഉള്ള നീയും പോഴനായി പോകുമോയെന്ന്. എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഇത്രയും കാലമായിട്ടും നിനക്ക് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലല്ലോ. നീ ഇങ്ങനെ പുസ്തകത്തിൽ നോക്കിയിരുന്നാൽ പോരാ. പഠിത്തവും ജോലിയും ഒക്കെ നല്ലതാണ്. പക്ഷേ നിൻ്റെ സ്വഭാവം കൊണ്ട് നിൻ്റെ ആണത്വം ഇല്ലാതായി പോകരുത്. രൂപത്തിൽ മാത്രം ആണായിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പറ്റി കൂടുതൽ ചിന്തിക്കൂ. ഇനിയിപ്പോൾ ജോലിയായല്ലോ. ഇത്രയും നാളും നിനക്ക് നാണമായിരുന്നു. ഇനി നീ അടുത്ത് പെരുമാറാൻ പറ്റുന്ന ഒരു സ്ത്രീയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കൂ. ദാമ്പത്യ ജീവിതത്തിൽ നീ ഒരിക്കലും പരാജയപ്പെടരുത്. ഇങ്ങനെ ബുദ്ധിമാന്മാരായിട്ടുള്ള പല ആൾക്കാരും അവിടെ പരാജയപ്പെടും. ചേച്ചി തെളിച്ചു പറയുന്നു പറഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ ചുമലിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, നീ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് ഭയങ്കര ബുദ്ധിമാനാണ്, ചെറുപ്പത്തിൽ ജോലിയൊക്കെ കിട്ടിയെന്ന്. ഞാൻ സുന്ദരിയാണെന്നും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ സൗന്ദര്യം എൻ്റെ ഭർത്താവ് ആസ്വദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങേരെ കൊണ്ട് ഒരു മിനിറ്റ് പോലും എനിക്ക് ഉപകാരമില്ല എന്ന് പറഞ്ഞ് ചേച്ചി പച്ചയായിട്ട് പറഞ്ഞു. ആക്രാന്തത്തോടു കൂടിയുള്ള തുടക്കം. പക്ഷേ തുടക്കത്തിൽ തന്നെ മലയിൽ നിന്ന് കല്ല് താഴേക്കുരുളുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിക്കും. ഞാൻ ഒന്നും മനസ്സിലാകാതിരുന്നു. കാര്യം എനിക്കതിൻ്റെ സാങ്കേതിക വശങ്ങൾ വലുതായിട്ട് അറിയില്ല. ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ നിൽപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. 1-2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇതൊന്നും. ഇതൊക്കെ കുറേ നേരം എടുക്കേണ്ടതാണ്. കുറേ ആമുഖങ്ങളുണ്ട്. അത് കഴിഞ്ഞ് മെയിനായുള്ള പാഠപുസ്തകത്തിലേക്ക് ചൂഴ്ന്നിറങ്ങിയെന്ന് പറഞ്ഞാലും അവിടെയും ഒത്തിരി നേരം ചിലവഴിക്കണം മോനെ എന്ന് പറഞ്ഞ് ചേച്ചി അന്ന് എനിക്കൊരു ക്ലാസ് തന്നെ എടുത്തു. 1.5 മണിക്കൂർ ചേച്ചി വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ചേച്ചി എവിടെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഭർത്താവിന് എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ, ഭർത്താവിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ചേച്ചി എന്തൊക്കെ ചെയ്തു, ഡോക്ടറെ കണ്ടതും മരുന്ന് കഴിച്ചപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ടായതും പിന്നീട് മരുന്ന് കണ്ടിന്യൂസ് ആയി കഴിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചതും പിന്നെയും പഴയതുപോലെ ആയതും ഒരു രീതിയിലും മെച്ചമില്ലാത്ത ജീവിതവും കുട്ടികൾ പോലും ഉണ്ടാകാത്ത അവസ്ഥയും ഒക്കെ ചേച്ചി എനിക്ക് വിവരിച്ചു തന്നു. എന്നിട്ട് വളരെ സെൻറ്റിമെൻറ്റ്സോടുകൂടി എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, ഒരിക്കലും അങ്ങനെ ആകരുത്. ശരിക്കും നീ നാണം കുടുങ്ങിയാണെങ്കിലും ആ സമയത്ത് നാണം പാടില്ല. നാണമില്ലാതെ നീ ഇറങ്ങി പ്രവർത്തിക്കുമോ കുട്ട എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷെ ചേച്ചി പറഞ്ഞപ്പോൾ ഒത്തിരി ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടി. അതനുസരിച്ച് ഞാൻ ട്രൈ ചെയ്യും ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു പരീക്ഷണം നടത്തും. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ നിനക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. ചേച്ചി എന്ത് പരീക്ഷണമാണ് പറഞ്ഞതെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല പൂർണ്ണമായും. എന്തോ ഒന്ന് മനസ്സിലായി, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കാട്ടരുവിയുണ്ട്. ദൂരെ വനത്തിൽ നിന്നും ഒഴുകി വരുന്ന ഒരരുവി. അരുവി എന്ന പേരുണ്ടെങ്കിലും അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല വിസ്താരമുള്ള ഒരു ചെറിയ ആറ് പോലെയുള്ള അരുവിയാണ്. അതിൽ നീന്തി കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇത്തിരി വെള്ളമുള്ളപ്പോൾ അവിടെ വിശാലമായി നീന്തി കുളിക്കാൻ നല്ല രസമാണ്. ഞാൻ പോകാറുണ്ട്. ചേച്ചി ഇടയ്ക്ക് അവിടെ തുണിയൊക്കെ നനയ്ക്കാൻ വരും, കുളിക്കാനും വരും. ഒത്തിരി പേര് പോകും. പക്ഷേ നീന്താൻ വലിയ പേടിയാണ്. ഒരു ദിവസം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എടാ, ഇതുവരെയും ഞാൻ നീന്തൽ പഠിച്ചിട്ടില്ല, എനിക്ക് നീന്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ ഞാൻ വന്ന് ചേച്ചിയെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റുമോ? ചെറിയ പ്രായമായിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ മുതിർന്നില്ലേ, അപ്പോൾ ഞാൻ വന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാകുമെന്നും. ആ ചേച്ചി പറഞ്ഞു, എന്തായാലും കുളിക്കാൻ പോകുമ്പോൾ നീയും കൂടെ വാ, എന്നിട്ട് എന്നെ ബാലപാഠങ്ങളൊക്കെ ഒന്ന്
പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു, ചേച്ചി എപ്പോഴും സാരിയല്ലേ ധരിക്കുന്നത്, സാരിയും കൊണ്ടൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നീന്താനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? വല്ല ചുരിദാറോ മറ്റോ ഇട്, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ചുരിദാർ ധരിച്ചുകൊണ്ടാണ് ചേച്ചി വന്നത്. അന്ന് ചേച്ചിയെ ഞാൻ നീന്താൻ പഠിപ്പിച്ചു. ഇടയ്ക്ക് ചേച്ചി മുങ്ങിപ്പോയി. എന്താടാ, നീ എന്നെ കൊണ്ടുവന്ന് നീന്താൻ പഠിപ്പിക്കുകയാണോ അതോ മേളേക്ക് അയക്കാനാണോ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കളിയും ചിരിയും തമാശകളുമായി ഒരാഴ്ചയോളം ഞങ്ങൾ ആളൊഴിഞ്ഞ സമയത്ത് നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു ദിവസം വെള്ളത്തിലിറങ്ങി നിന്ന ആ സമയത്ത് ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ഇന്നൊരു പരീക്ഷണം നടത്തുകയാണെന്നും. ഞാൻ ചോദിച്ചു, എന്താ പരീക്ഷണമെന്ന്. ഞാൻ ആകെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കട്ടെ, ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് ചേച്ചി അവിടെ ഒരു എക്സാമിനേഷൻ നടത്തി. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നീ നാണിക്കരുത്, മിണ്ടാതിരുന്നു, നിന്റെ ദാമ്പത്യം നന്നാകാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള ആദ്യത്തെ പടിയാണ് എന്ന് പറഞ്ഞ് ചേച്ചി ആകെ ഒരു എക്സാമിൻ ചെയ്തു. പക്ഷേ ചേച്ചി റിസൾട്ടിനോട് പറഞ്ഞത്, എൻ്റെ മോനെ, എത്ര കാലം കൊണ്ട് നിന്നെ ഞാൻ കാണുന്നതാണ്, എന്നാലും എനിക്ക് ഈ അബദ്ധം പറ്റിയല്ലോ എന്ന്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. എന്താ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി അമർത്തിക്കൊണ്ട് പറഞ്ഞു, അത് എടാ, ഞാൻ പ്രതീക്ഷിച്ചത് നീ ഒരു ആവറേജ് മനുഷ്യനായിരിക്കുമെന്നാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തു. ചെറിയ പ്രായത്തിൽ നീ എൻ്റെ അടുത്ത് വന്നപ്പോഴേ ഞാൻ കളത്തിലിറങ്ങിയെങ്കിൽ എനിക്കും എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ എത്ര വലിയ കാര്യങ്ങളാണ് ഞാൻ മിസ് ചെയ്തത്. ഇപ്പോഴെങ്കിലും ഈ വെള്ളത്തിൽ നീന്തൽ പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനൊന്നും തോന്നിയല്ലോ. ദൈവമേ, എനിക്കറിയില്ല എന്താ അങ്ങനെ തോന്നിയത്. ഈ നിമിഷം ഒരു കണ്ടെത്തലാണ് മോനെ. കണ്ടെത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ. ഞാൻ തേടിക്കൊണ്ടിരുന്നത് കണ്ടെത്തിക്കുട്ട എന്ന് പറഞ്ഞ് ചേച്ചി അന്ന് വെള്ളത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നോട് നിന്നോളാനും പറഞ്ഞു. വേണ്ട ചേച്ചി, വേണ്ട ചേച്ചി എന്ന് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞതാണ്. ചേച്ചി പറഞ്ഞു, എന്തായാലും എനിക്ക് മോഹമുണ്ടായ സ്ഥിതിക്ക് സ്വന്തമാക്കാതെ ഞാൻ പോകില്ല മോനെ. ഇന്ന് ഞാൻ നല്ലപോലെ ഉറഞ്ഞാടുമെന്ന് പറഞ്ഞു. ആ ഉറഞ്ഞാട്ടത്തിൻ്റെ ഫലം എല്ലാം ഒന്ന് തെളിവാക്കാൻ കുറേ സമയം എടുത്തു എന്നതുകൊണ്ട് ചേച്ചി എന്നെ അവസാനം അഭിനന്ദിച്ചു. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇനിയും മെച്ചപ്പെടും. ഇപ്പോൾ തന്നെ വലിയ മെച്ചമാണ്. ഇനിയിപ്പോൾ കളത്തിലിറങ്ങുമ്പോഴേക്കും മോനെ, നീ ഒരു മികച്ച മനുഷ്യനായിരിക്കും എന്ന് പറഞ്ഞ് ചേച്ചി അഭിനന്ദിച്ചു. അന്ന് ഞാനും ചേച്ചിയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും താണ്ടി ഇനിയിപ്പോൾ സ്ഥിരമായി ചേച്ചിയും ഞാനും തമ്മിലുള്ള സമാഗമങ്ങൾ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചേച്ചി പോയി എൻ്റെ അമ്മയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ അനിയത്തി പഠിത്തം കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിവരുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള ശങ്കയുണ്ടായിട്ടില്ല. അത്ര വലിയ പ്രായമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ആ പ്രായപൂർത്തിയായാലും രണ്ടുപേർക്കും കല്യാണം കഴിക്കാനുള്ള പ്രായമാണ്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ആയിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചിയുടെ അനിയത്തിയെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവൾക്ക് എന്നെയും അറിയാം. എന്നെ കല്യാണം കഴിക്കാൻ അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ മാഡം, ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 4 മാസം എടുത്തില്ല. അതിനു മുമ്പേ ചേച്ചിയുടെ അനിയത്തിയുമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് വിവാഹത്തിന് മുമ്പ് ചേച്ചിയോട് പലതും എക്സ്പ്ലെയിൻ ചെയ്യണം, പല സംശയങ്ങൾ എനിക്ക് തീർക്കണമെന്നുണ്ടായിരുന്നു. അതിനൊന്നും ചേച്ചി അവസരം നൽകിയില്ല. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ചേച്ചി പറയും, ഇപ്പോൾ അതൊന്നും സംസാരിക്കാൻ പറ്റിയ മുഹൂർത്തമല്ല. വിവാഹം എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. അതിനുള്ള യോഗ്യതയെല്ലാം നിനക്കുണ്ടെന്ന് ഞാൻ നിനക്ക് തെളിച്ചു തന്നതാണ്. എൻ്റെ അനുഭവത്തിലും അറിഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ഇനിയിപ്പോൾ കൺഫ്യൂഷനാകും. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കാകെ ഭയമായിരുന്നു. എൻ്റെ ഭാര്യ ചേച്ചിയുടെ അനിയത്തിയാണ്. ഇനി എന്തെങ്കിലും ചേച്ചി പറഞ്ഞു കൊടുക്കുമോ, എന്തെങ്കിലും അറിയുമോ? എങ്കിലും ചേച്ചി എൻ്റെ മനസ്സിലെ സ്വപ്നവധുവായിരുന്നു. അത് ഒന്നും പൂർത്തീകരിച്ചില്ല. അതിനു മുമ്പ് ചേച്ചിയുടെ അനിയത്തിയെ കെട്ടേണ്ടി വന്നു. എല്ലാം എൻ്റെ മനസ്സിൽ കൺഫ്യൂഷനായിരുന്നു. എവിടെയും ഒരു തുടക്കം കുറിച്ചത് ചേച്ചിയാണ്. ഒരു പക്ഷേ ആ ക്ലാസ് എല്ലാം മുഴുമിപ്പിക്കേണ്ടത് ചേച്ചിയായിരുന്നു. പാതിക്ക് വെച്ച് നിർത്തിയതുപോലെ എനിക്ക് തോന്നി. എന്തോ എൻ്റെ മനസ്സിനുള്ളിൽ ഒരു കൺഫ്യൂഷൻ അപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ചേച്ചിയുടെ അനിയത്തിയാണെങ്കിലും അവൾക്ക് ചേച്ചിയുമായിട്ട് മുഖസാമ്യമൊന്നുമില്ല. അവൾക്ക് വേറെ തരം സൗന്ദര്യമാണ്. അവളെ കണ്ടാലും ഒരാണും വേണ്ടാന്ന് വെക്കില്ല. അതുകൊണ്ട് തന്നെ
ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റാകാനും ജെല്ലാകാനും ഒട്ടും താമസമുണ്ടായിരുന്നില്ല. എൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടാണ് അവൾ എൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾക്കും കൂട്ടുനിന്നത്. അങ്ങനൊരു ഭാര്യ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലെ കൺഫ്യൂഷൻ അങ്ങ് പോയി. ചേച്ചി അടുത്തുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ചേച്ചി ഞാനും തമ്മിലുള്ള അന്തർധാര അവിടെ മറക്കാം. ഇനിയിപ്പം ഞാനും എൻ്റെ ഭാര്യയുമായി. ഭാര്യയോട് ചേച്ചിയാണ് ചേച്ചി. ചേച്ചിയെ അത്യാവശ്യ സന്ദർഭത്തിൽ എന്തെങ്കിലും ഉപദേശം ചോദിക്കാം, അതല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും ഇനി ചേച്ചി വരില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ മൈൻഡ് ആ സെറ്റപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ആ സന്തോഷ വാർത്ത അറിയുന്നത്. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അതും കല്യാണം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ. ആ സമയത്തേക്ക് ചേച്ചി ഓടി വന്നു. തനിച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ആഹാ പണി പറ്റിച്ചില്ലോടാ, എടാ 2 വർഷം കഴിഞ്ഞ് പോരായിരുന്നോ കുട്ടികൾ, ഇപ്പോഴേ വേണമായിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ അറിയാതെ പറ്റിപ്പോയി. ആ സാരമില്ല, എന്തായാലും അവൾ ജോലിക്കൊന്നും പോയില്ലല്ലോ, ഇനിയിപ്പം കുഞ്ഞ് വരട്ടെ, അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് അവൾ ജോലിക്ക് പോയാൽ മതി, അതാ നല്ലത് എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. ആക്ച്വലി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, 1-2 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു. ഇടയ്ക്ക് മനുഷ്യനാക്രാന്തം, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുമാത്രമല്ല, നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നൊരു ഭാര്യയാകുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഈ വാഗ്ദാനങ്ങളും തീരുമാനങ്ങളൊക്കെ നമ്മളങ്ങ് മറന്നു പോകും. അതാണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത്. പക്ഷേ അന്ന് രാത്രി അവൾ എന്നോട് പറഞ്ഞു, ഷോ ഇതിപ്പോൾ വേണ്ടായിരുന്നു ചേട്ടാ, അതെന്താടി നിനക്കത്ര ബുദ്ധിമുട്ടായോ, ചേച്ചിക്കൊക്കെ എത്ര സന്തോഷമായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അതാ ചേട്ടാ എനിക്കും ഒരു ബുദ്ധിമുട്ട്, ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് മടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്കിടയിൽ ഒരു സിസ്റ്ററോടുണ്ട്, എൻ്റെ ചേച്ചി. ഈ മൂത്ത ചേച്ചിക്ക് ഇതുവരെയും കുട്ടികളായിട്ടില്ല. ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടിയായി, ദേ ഇപ്പോൾ എനിക്ക് കുട്ടിയായി. എന്നിട്ട് ഞങ്ങളുടെ ഏറ്റവും മൂത്ത ചേച്ചിക്ക് കുട്ടിയൊന്നും ആയില്ല. പുള്ളിക്കാരി ഇപ്പോഴും ദൈവയുടെ നല്ല ഒരു കന്നി പെണ്ണിനെ പോലെ നടക്കുന്നു. അപ്പോൾ നിനക്ക് എന്താ പ്രശ്നം, അവർക്ക് കുട്ടികളാകാത്തതാണോ, ചേച്ചി കന്നി പെണ്ണിനെ പോലെ ഇരിക്കുന്നതാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. ചേച്ചി ശരിക്കും ഇപ്പോഴും വിവാഹം കഴിച്ച പോലെ തന്നെ ഇരിക്കുകയല്ലേ, അവർക്ക് ഒരു കുട്ടി വേണ്ടേ? അതിനിപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും മോളെ? അവർ ഭാര്യയും ഭർത്താവുമാണ്, ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്. അത് പിന്നെ ചേച്ചിയുടെ വിധിയായിട്ട് കരുതാം. അല്ലെങ്കിൽ പിന്നെ ചേച്ചി അയാളെ ഉപേക്ഷിച്ച് വേറൊരാളെ കല്യാണം കഴിക്കണം. ഓ അതൊന്നും ചേച്ചി ചെയ്യില്ല. അതും ഇല്ല ഇതും ഇല്ല, പിന്നെ നമ്മളെന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, അത് പിന്നെ ഞാനിനി കുറേ കാലം റെസ്റ്റിലാകുമല്ലോ, എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് റെസ്റ്റ് വേണമല്ലോ, എന്ന് വെച്ചിട്ട് നിന്നോട് എനിക്ക് സ്നേഹം കുറയുമോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കാതിരിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. നീ എന്തൊക്കെയാണ് പുലമ്പുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കള്ളക്കുട്ട എനിക്ക് എല്ലാം അറിയാം. വിവാഹത്തിന് മുമ്പ് തന്നെ ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ചെറുപ്പം മുതലുള്ള പല കാര്യങ്ങളും, വെള്ളത്തിൽ നീന്താൻ പോയതും അന്ന് കാണിച്ചതും എല്ലാം ചേച്ചി എന്നോട് പറഞ്ഞു. നിങ്ങളെന്നോട് ഒന്നും ഒളിക്കുകയും മറയ്ക്കുകയും ചെയ്യേണ്ട. നീ വെറുതെ എന്താ പിച്ചും പേയും പറയുന്നത്? അങ്ങനെ ഞാൻ പിച്ചും പേയും പറയുന്നതല്ല, വെള്ളത്തിൻ്റെ അവിടെ വെച്ച് വെള്ളത്തിലെ വള്ളംകളി എന്തൊക്കെയാണെന്ന് ഞാൻ പറയണോ എന്ന് പറഞ്ഞ് അവൾ ആ കഥ മുഴുവനായിട്ടും പറഞ്ഞു. ഇനി നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റില്ല. ഞാനാകെ തകർന്നു പോയി. ചേച്ചി എന്തിനാണ് ഇവളോട് എല്ലാം പറഞ്ഞത്? എൻ്റെ മട്ടും ഭാവവും ഇരിപ്പും കണ്ടിട്ട് ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത് കേട്ട് ഒട്ടും പേടിക്കണ്ട, എനിക്ക് ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അത്ഭുതത്തോടു കൂടി ഞാൻ അവളെ നോക്കി. ശരിക്കും ചേച്ചിക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? ചേച്ചിക്കും ഒരു ജീവിതം വേണം, അതിന് ഓൾറെഡി ഹസ്ബൻഡ് ഉണ്ടല്ലോ. അതല്ല പറഞ്ഞത്, ഇപ്പോൾ എനിക്കുണ്ടായതുപോലുള്ളൊരു വിശേഷം ഇനി ചേച്ചിക്കുണ്ടാകണം. അത് ഇപ്പോൾ പറ്റിയൊരു കാലമാണ്. നീ എന്തായി പറഞ്ഞത്? അത് പിന്നെ ചേട്ടാ, ഞാൻ എന്തായാലും 1 വർഷത്തിന് മേൽ റെസ്റ്റ് ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മാത്രമേ ഞാൻ ഉപകരിക്കൂ. ഈ സമയത്ത് ചേച്ചി ശരിക്കും നിങ്ങളോട് അടുക്കും, നിങ്ങൾ ചേച്ചിയോട് അടുക്കും. നിങ്ങൾക്ക് ചേച്ചി ഒത്തിരി താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനൊന്നും ഞാൻ മനസ്സിൽ കണ്ടിട്ടില്ല. അന്നത് അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. അവിചാരിതമായിട്ട് സംഭവിച്ചതാണെങ്കിലും അല്ലെങ്കിലും ചേച്ചിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ രഹസ്യ സ്ത്രീ എന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ചേച്ചിക്കും അറിയാം. ഇവിടെ ഇപ്പോൾ എനിക്ക് സമ്പൂർണ്ണ സമ്മതമാണ്. എൻ്റെ ചേച്ചിയല്ലേ
ചേച്ചിക്ക് ഒരു സൗഭാഗ്യമുണ്ടാകട്ടെ. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ എതിരല്ല. അതിൽ നിങ്ങൾ ഒരു രീതിയിൽ നോ പറയരുത്. മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയി ചേച്ചിയും നിങ്ങളും തമ്മിൽ ആ ഒരു സൗഭാഗ്യം ഇവിടെ വീണ്ടെടുക്കണം. ഞാനത് കിട്ടി ഞെട്ടിപ്പോയി. എടി, നീ എന്നെ പരീക്ഷിക്കാൻ പറയാണോ? പരീക്ഷിക്കാനൊന്നും വേണ്ടി പറയല്ലേ മനുഷ്യ. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ചേച്ചി എന്നോടെല്ലാം പറഞ്ഞിരുന്നു. എൻ്റെ ചേച്ചിയല്ലേ, എനിക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നേക്കാൾ മികച്ച രീതിയിൽ വേണം ചേച്ചിയെ ട്രീറ്റ് ചെയ്യാൻ. നമുക്ക് കാര്യങ്ങൾ ഒന്നിച്ച് തന്നെ സക്സസ് ആകണം. എടി, ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ പോയി എനിക്ക് അതൊന്നും പറ്റില്ല, നടക്കില്ല. അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എൻ്റെ പൊന്നു മനുഷ്യ, ഞാനിപ്പം എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവുകയല്ലേ. നിങ്ങൾ അങ്ങോട്ടങ്ങ് വന്നാൽ മതി. ചേച്ചിയും എന്നെ കാണാനാണ്, പരിചരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വരും. അമ്മയ്ക്ക് അധികം വയ്യല്ലോ. അപ്പോൾ പിന്നെ അവിടെ എല്ലാം ഓക്കെയാണ്. എടി, അമ്മ എവിടെ ഇല്ലേ? പിന്നെ അമ്മ, നിങ്ങൾക്ക് ആകാംക്ഷ ഇത്തിരി കൂടുതലാണെന്നും ആഗ്രഹമുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നാണം കുടുങ്ങിയെന്ന് നിങ്ങൾക്ക് പേര്. നിങ്ങളുടെ എവിടാ നാണം കുടുങ്ങുന്നത്? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചു. എനിക്ക് സന്തോഷം വേണം, ചേച്ചിക്ക് സന്തോഷം വേണം. അങ്ങനെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞങ്ങളുടെ സല്ലാപ നിമിഷങ്ങൾ പങ്കുവെച്ചത്. ഭാര്യയ്ക്ക് അതൊന്നൊരു പ്രശ്നമേ ഇല്ല. അവൾ പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ചിരിക്കൂ, ഒന്നിച്ചിരിക്കൂ, പ്രയോജനമുണ്ടാക്കൂ എന്നാണ്. എന്തായാലും എനിക്ക് എൻ്റെ ഭാര്യയും ചേച്ചിയും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോഴും മാലാഖയാണെന്നാണ് തോന്നുന്നത്. ചേച്ചിയും ഭാര്യയും രണ്ടും രണ്ട് ധ്രുവങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സ്നേഹം എൻ്റെ ഭാര്യയോടുണ്ടെന്ന് പറഞ്ഞാലും ചേച്ചി എനിക്കൊരു ഗന്ധർവ സ്ത്രീ തന്നെയാണ്. മാഡം, കാര്യങ്ങളൊക്കെ കറക്റ്റായി മുന്നോട്ട് പോയി. സക്സസ് നോക്കിയിരുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ സക്സസ് വന്നു. 4-5 വട്ടമുള്ള ഞങ്ങളുടെ സല്ലാപങ്ങൾ അത് പ്രതീക്ഷിച്ച ഫലം തന്നു. ഭാര്യയും ചേച്ചിയും വീട്ടുകാരുമെല്ലാം ഇപ്പോൾ അതീവ സന്തോഷത്തിലാണ്. എങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുകയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമ്മതിച്ചു. പക്ഷേ 2 സ്ത്രീകളാണ്. 2 തല ചേരുമെങ്കിലും 4 ഡാഷ് ചേരില്ലെന്നല്ലേ മാഡം പറഞ്ഞത്? അവസാനം ഇവരെനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? 2 പേരും തമ്മിൽ ഭാവിയിൽ അടിപിടി ഉണ്ടാക്കുമോ? എനിക്കതോർത്ത് നല്ല വിഷമമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊള്ളാം. അപ്പോൾ ഭാവിയിൽ അത് നടക്കുമോയെന്നറിയില്ല, അല്ലെങ്കിൽ ഉണ്ടാകുമോയെന്ന് പോലും അറിയാതെ ഭാര്യയും ഭാര്യയുടെ ചേച്ചിയും തമ്മിൽ അടിപിടി ഉണ്ടാകുമോ അതോർത്താണ് വിഷമം. അല്ലാതെ ഈ കാണിച്ച തരികടകൾക്കൊന്നും ഒരു വിഷമവുമില്ല. ഈ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി എന്നോ വരാൻ പോകുന്ന ഏതോ ഒരു സംഭവം അതോർത്ത് വിഷമിക്കുന്നത് ഇത്തിരി അധികപ്പറ്റല്ലേ? ഇനി അവർ 2 പേരും കൂടെ വഴക്കുണ്ടാകുകയാണെങ്കിൽ 2 പേരും കൂടെ വഴക്കുണ്ടാകട്ടെ. നിങ്ങളത് കണ്ടു നിൽക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പോയി കിടന്ന് ഉറങ്ങുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് നിസ്സാര കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കുമോ എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ പറയും? ഞാൻ വല്ല ഭൂതവും ഭാവിയും വർത്തമാനം പറയുന്ന ഭൂതമാണോ? അല്ലല്ലോ. ആകെ നനഞ്ഞാൽ കുളിച്ചു കയറുക. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് വരും വരായികളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നേരിട്ട് അങ്ങനെ പോവുക. അല്ലാതെ എന്താ പറയുക? നല്ല കാര്യങ്ങളൊന്നുമല്ലോ ചെയ്ത് കൂട്ടുന്നത്.